ഇവരുടെ മുന്നിൽ വെച്ച് എന്നെ ചോദിക്കാനൊക്കെ എൻ്റെ നിങ്ങൾ പറഞ്ഞു പറയിപ്പിക്കുന്നതാണോ? അല്ല, കല്യാണം ഇപ്പം വിഷമമൊന്നുമില്ല. ഇവർ വെറുതെ അങ്ങ് ഇറക്കും. എൻ്റെ കല്യാണം കഴിഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ കല്യാണം ആയി, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതും കല്യാണം കഴിയാത്ത ആൾക്കാരെയൊക്കെ വെച്ചിട്ട് നിങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അനുമോൾ പപ്സ് കഴിച്ച് എന്തോ സംഭവിച്ചു, അനുമോൾക്ക് ഇങ്ങനെയായി, അനുമോളുടെ കല്യാണം കഴിഞ്ഞു. അതുപോലെ ഞാനും അങ്ങനെ കിട്ടും. എന്നതൊന്നുമില്ലല്ലോ. വിഷമമുണ്ട്. കാരണം എന്ന് വെച്ചാൽ എന്താ പറയണ്ടേ, ക്ലിയർ ആയിട്ട് ചെവി കേക്ക് പറഞ്ഞ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ ഇപ്പിട്ട് വ്ലോഗിലല്ലേ, അതുപോലെ എനിക്ക് വിഷമമുണ്ട്. ഞാനും കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ഉറക്കൊഴിഞ്ഞ് എഡിറ്റ് ചെയ്തു. ഞാൻ മറ്റുള്ള സഹായം തേടാറ് പോലില്ല. ഞാൻ ചിലപ്പോൾ മാത്രം എന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ ഞാൻ ആരുടെയെങ്കിലും സഹായം തേടാറുണ്ട്. അതെ, വെറുതെ നിർത്തിയില്ലല്ലോ. അല്ല, യൂട്യൂബ് ചാനൽ ഞാൻ ഷോർട്ട് വീഡിയോയിൽ മാത്രമേ ഇടുള്ളായിരുന്നു, ഡാൻസ് റീൽ ചെയ്തിരുന്നത്. അത് അങ്ങോട്ട് എടുത്ത് ഞാൻ 2 വർഷമായി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അനുമോൾ അനുക്കുട്ടി എന്നാണ് പേര്. ഇല്ല, അങ്ങനെ വേണ്ട, ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ യൂട്യൂബ് ചാനൽ ജസ്റ്റ് വെറുതെ തുടങ്ങിയിട്ടിരുന്നതായിരുന്നു. തുടങ്ങിയ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ആക്റ്റീവാണ്. നമ്മൾ എന്താ പറയണ്ടേ, നമുക്ക് എല്ലാവരും തുടങ്ങിയത് കൊണ്ടുള്ളൊരു ആവേശത്തിൽ തുടങ്ങിയതാണ്. പിന്നെ ഇപ്പോൾ തിരക്കായി കഴിഞ്ഞപ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കാറായി. പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന റീലൊക്കെ എടുത്ത് അങ്ങോട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ല സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ട്. ഇപ്പോൾ 2,53,55 എന്തോ ആയി. അപ്പോൾ ഞാൻ ഓരോ ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു, നീ മാത്രം ഞാൻ തുടങ്ങാണ്ടിരിക്കേണ്ട, എന്തെങ്കിലുമൊക്കെ ചെയ്തിടാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഒരു വീഡിയോ ഒക്കെ ഇട്ടു. പക്ഷെ വീഡിയോ ഇട്ടെങ്കിലും കണ്ടായിരുന്നോ? താങ്ക് യു ചേച്ചി. ഇട്ടതിന് ശേഷം പക്ഷെ നല്ല ഇപ്പോൾ തന്നെ 2 ലക്ഷം ആയി കേട്ടോ. ഇന്ന് 4 ദിവസം കൊണ്ട് 2 ലക്ഷം. അപ്പോൾ അതൊത്തിരി സന്തോഷം. ഇനിയും നല്ല വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അത് വെറുതെ എന്നല്ലേ ആൾക്കാർ കയറി കാണൂ. നിങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അനുമോൾ പപ്സ് കഴിച്ച് എന്തോ സംഭവിച്ചു, അനുമോൾക്ക് ഇങ്ങനെയായി, അനുമോളുടെ കല്യാണം കഴിഞ്ഞു. അതുപോലെ ഞാനും അങ്ങനെ കിട്ടും. എന്നതൊന്നുമില്ലല്ലോ. ഉണ്ടോ? എന്താ കല്യാണം കഴിക്കാത്തില്ലേ? എൻ്റെ പൊന്നെ ചേട്ടൻ, എന്നെ ഇവരുടെ മുന്നിൽ വെച്ച് എന്നെ ചോദിക്കാനൊക്കെ എൻ്റെ നിങ്ങൾ പറഞ്ഞു പറയിപ്പിക്കുന്നതാണോ? അല്ല, കല്യാണം ഇപ്പം വിഷമമൊന്നുമില്ല. മുമ്പുണ്ടായിരുന്നു. അത് എന്തെന്നറിയാമോ, ഈ ഓൺലൈൻ മീഡിയക്കാരുണ്ടല്ലോ, ഇവർ വെറുതെ അങ്ങ് ഇറക്കും. എൻ്റെ കല്യാണം കഴിഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ കല്യാണം ആയി, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതും കല്യാണം കഴിയാത്ത ആൾക്കാരെയൊക്കെ വെച്ചിട്ട് ഫോട്ടോ ഇറക്കിയിട്ട് ഇവർ എന്തോ ന്യൂസ് ഇറക്കും എൻ്റെ കല്യാണം. അപ്പോൾ അത് അവർക്ക് ഭയങ്കര വിഷമമാണ്. എല്ലാ അച്ഛനമാർക്കും അത് വിഷമം ഉണ്ടാവും. ആണോ? ഇല്ല, ഇപ്പം അമ്മയ്ക്ക് വിഷമമൊന്നുമില്ല. അമ്മ പറഞ്ഞു, മോക്ക് എപ്പോഴാണ് മോക്ക് തോന്നുന്നത് കല്യാണം കഴിക്കാൻ, അപ്പോൾ കല്യാണം കഴിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതെ, ജീവിതം ഒന്നേ ഉള്ളൂ. അതെ, നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നശിപ്പിച്ച് കളയാൻ പാടില്ല. ഇല്ല, കുഴപ്പമില്ല, സംസാരിച്ചോട്ടെ. ഉറപ്പായിട്ടും പറയാം. അബിവേഴ്സ് മഹി വ്ലോഗിൽ പറഞ്ഞു. ഞാൻ എപ്പോ പറഞ്ഞു? ക്ലിയർ ആയിട്ട് ചെവി കേക്ക് പറഞ്ഞ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ ഇപ്പിട്ട് വ്ലോഗിലല്ലേ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ, അബിവേഴ്സ് മഹിയിൽ വെച്ചിട്ട് ഞാനൊരു വ്ലോഗ് ചെയ്തു, ലൊക്കേഷൻ വ്ലോഗ്, ഞാനും ടീമുമായിട്ടുള്ള എൻ്റെ വ്ലോഗ്. ആ വ്ലോഗ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ട് എനിക്ക് കാശ് കിട്ടിയില്ലെന്നാണ് ഞാൻ തമാശയ്ക്ക് പറഞ്ഞത്. കിട്ടിയാട്ടോ, ചുമ്മാ പറഞ്ഞാണ്. യൂട്യൂബിൽ നല്ല വ്ലോഗ് ഇട്ട് കഴിഞ്ഞാൽ നല്ല 1.1 മില്യൺ വ്യൂസ് ഉണ്ട് ആ ഒരു വീഡിയോയ്ക്ക്. അത് ഞാൻ പറഞ്ഞു. ആ സത്യം കേട്ടോ. വിഷമമുണ്ട്. കാരണം എന്ന് വെച്ചാൽ എന്താ പറയണ്ടേ, വിഷമമുണ്ട്. ആർക്കാരും നിങ്ങൾക്ക് വിഷമം കാണുമല്ലോ. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച് വെയിലത്ത് വന്നിട്ട് നിങ്ങളിടുന്ന വീഡിയോ മറ്റുള്ളവർ കണ്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ 2000 പേര് 1000 പേര് കണ്ടിട്ട് നിങ്ങൾക്ക് വിഷമാവൂലേ? എത്ര പെട്രോൾ ചിലവാക്കിയാണ് നിങ്ങൾ ഇത്രയും ദൂരം വരുന്നത്? അതുപോലെ എനിക്കും വിഷമമുണ്ട്. ഞാനും കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ഉറക്കൊഴിഞ്ഞ് എഡിറ്റ് ചെയ്തു. ഞാൻ മറ്റുള്ള സഹായം തേടാറ് പോലില്ല. ഞാൻ ചിലപ്പോൾ മാത്രം എന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ ഞാൻ ആരുടെയെങ്കിലും സഹായം തേടാറുണ്ട്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ എനിക്കിത് മാത്രമല്ല, ലോകത്ത് ഈ വ്ലോഗ് എടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും നല്ല വിഷമമുണ്ട്. കാരണം ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടപ്പോൾ അങ്ങനെ വളരെ കുറച്ച് പേര് കാണുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോട്ടെ.